Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ കാർത്തിക. അപ്പൊ നോക്കിക്കോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനിക് സ്കൂൾ ആപ്ലിക്കേഷന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും, ഓക്കെ, സൈനിക് സ്കൂളിന്റെ ആപ്ലിക്കേഷന്റെ ഡേറ്റ് വന്നോ? ആപ്ലിക്കേഷന്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഈ വരുന്ന, അതായത് ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ എക്സാം കാണും. ഇപ്പൊ കഴിഞ്ഞ തവണ ജനുവരി 18 ആയിരുന്നു എക്സാം നടന്നിരുന്നത്. അതിനൊരു മാസം മുന്നെയാണ് ഈ പറയുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം വന്നത്. അപ്പൊ ഈ വേസ്റ്റ് ആയിട്ടുള്ള സിലബസ്, അപ്പൊ സിലബസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ ഒരു അനാലിസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി കാണുക. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഈ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വെക്കേഷന്റെ സമയത്തെ നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് തീരുമാനിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആർക്കൊക്കെ ആപ്ലിക്കേഷൻ വയ്ക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് സംശയങ്ങളാണ് നമ്മുടെ CC പ്ലസിന്റെ ടീമിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സൈനിക് സ്കൂളിലേക്കുള്ള ആപ്ലിക്കേഷന് മുന്നേ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ട് പാസ്സായ 6ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കൂട്ടുകാർ, നമ്മുടെ CC പ്ലസിനോടൊപ്പം കോച്ചിങ് എടുത്ത് പാസ്സായ കുട്ടികളുടെ എല്ലാവരുടെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവരുടെ ഒരു മീറ്റപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഈ പറയുന്ന സൈനിക് സ്കൂളിലെയും നവോദയ സ്കൂളുകളുടെയും വിന്നേഴ്സിനെ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു മീറ്റപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു IMA ഹാൾ കലൂർ വെച്ച്. അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ സ്ക്രീനിലോട്ട് നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം കൂട്ടുകാരാണ് നവോദയ ആൻഡ് സൈനിക് സ്കൂൾ എന്ന് പറയുന്ന സ്വപ്നം നമ്മുടെ CC പ്ലസിന്റെ ഒപ്പം സാക്ഷാത്കരിച്ചതെന്നുള്ളത് ഈ ഒരു സിംഗിൾ പിക്ചർ എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്? ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷനിലോട്ട് ആപ്ലിക്കേഷൻ വയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കിക്കേ. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് സൈനിക് സ്കൂളുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം എല്ലായ്പ്പോഴും നമ്മളോട് പേരൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ സൈനിക് സ്കൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന, സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു പോരുന്ന സ്കൂളുകളെയാണ് നമ്മൾ സൈനിക് സ്കൂളുകൾ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ്. CBSEക്ക് അഫിലിയേറ്റഡ് ആണ് ഈ സ്കൂളുകൾ. ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തുള്ള സ്കൂൾ സൈനിക് സ്കൂളിനെ നമ്മൾ ഓൾഡ് സൈനിക് സ്കൂൾ എന്നാണ് വിളിക്കുന്നത്. അത് പക്ക ഒരു സൈനിക് സ്കൂൾ തന്നെയാണ്. CBSE സിലബസിൽ റെസിഡൻഷ്യൽ സ്കൂളുകളായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ്. അപ്പം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, അപ്പൊ എന്താണ് വീഡിയോസിലൊക്കെ മിസ് പറയുന്ന ഈ ന്യൂ സൈനിക് സ്കൂളുകൾ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ന്യൂ സൈനിക് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചില CBSE സ്കൂളുകളെ സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതായത് സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ നടന്നു പോകുന്ന ചില വേറെ നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്ന CBSE സ്കൂളുകളെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? സൈനിക സ്കൂളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് റെസിഡൻഷ്യൽ സെറ്റപ്പിലൊന്നും ആയിരിക്കില്ല ചിലത് നടന്നു പോകുന്നത്, സാധാരണ രീതിയിലായിരിക്കും. പക്ഷെ അവരുടെ കരിക്കുലം ഒരു സൈനിക് സ്കൂളിന്റെ രീതിയിലായിരിക്കും പോകുന്നത്. സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ ഒരു മേൽനോട്ടവും അതിലുണ്ടാവും. അങ്ങനെയുള്ള സ്കൂളുകളെയാണ് നമ്മൾ ന്യൂ സൈനിക് സ്കൂളുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5ഓ 6ഓ സ്കൂളുകൾ ന്യൂ സൈനിക് സ്കൂളുകളായിട്ട് ഉണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ വയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ എല്ലാവർക്കും എന്താണെങ്കിലും കഴക്കൂട്ടത്തെ സ്കൂളിലേക്ക് കിട്ടില്ല എന്നില്ല. നന്നായി പഠിച്ചാൽ ഉറപ്പായിട്ടും ആ ഉള്ള 100 സീറ്റിൽ മിക്ക സീറ്റുകളും നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് വയ്ക്കാനായിട്ട് പറ്റും. അതായത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കഴക്കൂട്ടത്തെ സ്കൂളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു ന്യൂ സൈനിക് സ്കൂള് എറണാകുളത്തോ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്നനുസരിച്ച് നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് വയ്ക്കാം. ലൈക്ക് +1 +2ന്റെ നമ്മൾ ഈ സമയത്തൊക്കെ എന്താണ് ഏകജാലകം വയ്ക്കുമല്ലോ, അതുപോലെ നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിലേക്ക് എല്ലാം ഉള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ ആൻ എൻട്രൻസ് എക്സാമിനേഷൻ. IC എന്ന് പറയുന്ന ഓൾ ഇന്ത്യ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ NTA നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ്.
ആ എക്സാമിനേഷനിലൂടെ ആയിരിക്കും ഈ പറയുന്ന ക്ലാസ്സുകളിലോട്ട് 6ാം ക്ലാസ്സിലോട്ടും 9ാം ക്ലാസ്സിലോട്ടും ഉള്ള അഡ്മിഷൻ നടക്കുന്നത്. ഇനി സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം 2 വെബ്സൈറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സൈനിക് സ്കൂളുകളിലേക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാനായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേരന്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും സെർച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും നോട്ട് ചെയ്ത് വയ്ക്കേണ്ട 2 വെബ്സൈറ്റുകളാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതിലൊന്ന് NTA വെബ്സൈറ്റ് ആണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് NTA എന്ന് പറയുന്നത്. നെറ്റ് പോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള എക്സാമുകളെല്ലാം നടത്തുന്ന ഏജൻസിയാണ് NTA എന്ന് പറയുന്നത്. NTA വെബ്സൈറ്റും അതുപോലെ തന്നെ സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ വെബ്സൈറ്റും, ഈ 2 വെബ്സൈറ്റുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഈ എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നത് എവിടെയായിരിക്കും? NTA സൈറ്റിലോ സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ സൈറ്റുകളിലോ ആയിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ വയ്ക്കാൻ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 2 വെബ്സൈറ്റുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി വേറെ ചില സംശയങ്ങൾ നമ്മളോട് ചോദിക്കാറുള്ളത്, ഈ പറയുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത് ന്യൂ സൈനിക് സ്കൂളിലേക്കുള്ള അഡ്മിഷൻ, സൈനിക് സ്കൂൾ അതായത് ഓൾഡ് സൈനിക് സ്കൂളിലെ അഡ്മിഷൻ അവിടെ നിൽക്കട്ടെ, ന്യൂ സൈനിക സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവിടെ ഇല്ലേ മിസ്സേ? അപ്പൊ ഈ 6ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കും വരുന്ന കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി വരുന്നവർക്ക് എന്താ വ്യത്യാസം? അവരും ഈ കൂടെ തന്നെയല്ലേ പഠിക്കുന്നേ എന്ന രീതിയിൽ നമ്മളോട് പാരന്റ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, മൊത്തം ഒരു സ്കൂളിലുള്ള സീറ്റില് 40% സീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഇവിടെ നോക്കിക്കുക, മിനിമം 40% ഓഫ് ദ സീറ്റ്സ് അണ്ടർ ദ സൈനിക് സ്കൂൾ സ്ട്രീം ഇൻ അപ്രൂവ്ഡ് NSS വിൽ ബി ഫിൽഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റാങ്ക് സെക്യൂർഡ് ഇൻ ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ് ഓഫ് IC 2026. അതായത് IC എൻട്രൻസ് എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലായിരിക്കും ഒരു സ്കൂളിൽ 40% സീറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി 60% സീറ്റുകൾ ഓൾറെഡി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് കൂടി വേണ്ടിയാണ്. ആ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ നേരെ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത 6ാം ക്ലാസ്സിലോട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഒന്നെങ്കിൽ ഈ AC എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ആ ലിസ്റ്റിൽ വരുകയും വേണം, അല്ലെങ്കിൽ ഈ സ്കൂൾ തലത്തിൽ നടത്തുന്ന എക്സാമിന്റെ ബേസിലുള്ള സ്കൂൾ മെറിറ്റ് ലിസ്റ്റിന്റെ ബേസിലായിരിക്കും ആ കുട്ടികളും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, 60% സീറ്റ് അവർക്ക് ഉള്ളതുകൊണ്ട് അപ്പം ഈ ബാക്കിയുള്ളവർ മാത്രമല്ലേ എൻട്രൻസ് എഴുതി ചെല്ലുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ അവരെയും നേരത്തെ തൊട്ട് അവിടെ പഠിപ്പിച്ചാൽ പോരെ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 40% 60% സീറ്റിന് ഒരു തിരിവുണ്ട്. 60% സീറ്റ് ഈ പറയുന്ന ഓൾറെഡി അവിടെ പഠിച്ച കുട്ടികൾക്കാണെങ്കിലും അവരും ഇതുപോലെ എക്സാം അറ്റൻഡ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് അവരുടെയും സീറ്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എപ്പോഴും എത്ര വീഡിയോസ് നമ്മൾ ചെയ്താലും ഓൾവേസ് വി ഗെറ്റ് എന്താണ് ഈ പറയുന്ന സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്തിനെ പറ്റി? എലിജിബിലിറ്റിയെ പറ്റി. അതായത് എന്തെല്ലാം അതായത് എത്ര വയസ്സിലുള്ള കുട്ടികൾക്കാണ് മിസ്സേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 6ാം ക്ലാസ്സില് അതായത് 6ാം ക്ലാസ്സിലോട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 10 മുതൽ 12 വയസ്സിനിടയിലായിരിക്കണം നിങ്ങളുടെ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത്. അതിനൊരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്ക് പറയാവുന്നതെന്ന് പറയുന്നത് ഷുഡ് ബി ബോൺ ബിറ്റ്വീൻ 1/4/2015 ആൻഡ് 31/3/2017. ഇതിനിടയിലുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം കുട്ടിക്ക്. അതായത് ഇത്രയേ ഉള്ളൂ, 10 മുതൽ 12 വയസ്സ് പ്രായമായിരിക്കണം ആ ആപ്ലിക്കേഷൻ വയ്ക്കുന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടാവേണ്ടത്. ഇനി 9ാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 13 മുതൽ 15 വയസ്സ് പ്രായത്തിനിടയിലായിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ പറയുന്നുണ്ട് 1/4/2012 തൊട്ട് 31/3/2014 വരെ എന്നാണ് പറയുന്നത്. അപ്പൊ 10 തൊട്ട് 12 വയസ്സ് വരെ പ്രായത്തിലാണ് 6ാം ക്ലാസ്സിലോട്ടുള്ള എൻട്രൻസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. 13 മുതൽ 15 വരെയുള്ള പ്രായത്തിലാണ് 9ാം ക്ലാസ്സിലോട്ടുള്ള എൻട്രൻസിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എലിജിബിലിറ്റിക്കകത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം. അതും പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷന്റെ സമയത്ത് ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോഴേ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് എങ്ങനെയാണ് എഴുതാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം എങ്ങനെയാണ് എന്നുള്ളത്. 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏകദേശം 13 ലാംഗ്വേജസ് കണ്ടോ, 13 ലാംഗ്വേജസ് അവരുടെ മീഡിയമായി സെലക്ട് ചെയ്യാം. മീഡിയവും ലാംഗ്വേജും തമ്മിൽ, അതായത് എക്സാം എഴുതുന്ന ഫുൾ മീഡിയത്തിനെയാണ് നമ്മൾ ഈ 13 ഓപ്ഷൻസ് കൊടുക്കുന്നത്. അതായത് ഐദർ ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടാം, ഇംഗ്ലീഷിൽ കിട്ടാം. അതൊരു 13 ലാംഗ്വേജസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം.
അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന ലാംഗ്വേജ് എന്ന രീതിയിൽ ചിന്തിക്കരുത്. മീഡിയം ആണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം 13 ലാംഗ്വേജസിന്റെ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് 6ാം ക്ലാസ്സുകാർക്ക്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മിക്കവരും തന്നെ അത് ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യാറ്. ചിലവര് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ 2-3 സ്റ്റുഡൻസ് മലയാളം മീഡിയം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് 9ാം ക്ലാസ്സുകാർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇംഗ്ലീഷ്. അതായത് അവരുടെ മീഡിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, അവർക്ക് എക്സാം ഇംഗ്ലീഷിൽ മാത്രമേ, ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരിക്കും. അപ്പം അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയത്തെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് പഠിച്ചു തുടങ്ങുമ്പോഴേ ശ്രദ്ധിക്കണം. അതായത് ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നൊരു കാര്യം മനസ്സിൽ വെച്ച് നമ്മൾ എപ്പോഴും ഫുൾ മാർക്ക് നേടാനായിട്ട് നോക്കുക. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലെ, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം നമ്മൾ വന്നെ. അപ്പൊ എന്നാലും എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ പാസ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ സെക്ഷനും, അതായത് മാത്സ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ മാത്സിനും GKക്കും ഇംഗ്ലീഷിനും സെപ്പറേറ്റ് ഇപ്പൊ 50ലാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ മാത്സിന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അതും എല്ലാവരും എപ്പോഴും സംശയമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം മാത്സ്, ഇംഗ്ലീഷ്, ഓക്കെ 2 ഞാൻ പറയുന്നുള്ളൂ. മാത്സ്, ഇംഗ്ലീഷ്, GK ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ടല്ലോ. അപ്പം ഈ മാത്സ് 50 മാർക്കിലാന്ന് വെച്ചോ, ചുമ്മാ ഉദാഹരണം പറയാനാണേ. അപ്പൊ ഇതിന് എന്ത് വേണം, 50 മാർക്കിലാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി 25% മാർക്ക് ഈ ഓരോ സബ്ജക്റ്റിനും വേണം. ഓക്കെ, ഒരു 12.5 ഒക്കെ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇത് ഓരോന്നിനും നിങ്ങൾ പാസ് ആവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി അഗ്രിഗേറ്റ് പരീക്ഷ ടോട്ടൽ എത്രയിലാണോ അതിൽ അഗ്രിഗേറ്റ് 40% മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ പാസ്സാകും. അപ്പൊ ആ രീതിയിലാണ് ക്വാളിഫയിങ് റിക്വയർമെന്റ്സ് പറയുന്നത്. സെപ്പറേറ്റ്ലി ഓരോ സബ്ജക്റ്റിനും 25% മാർക്കും ഓൺ ആൻ അഗ്രിഗേറ്റ് 40% മാർക്കും വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും ഇല്ല. വളരെ ബേസിക് ആയിട്ട് പ്രായം നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. എത്ര പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പഠിച്ചു തുടങ്ങണം. ഞാൻ പറഞ്ഞു ഒരു മാസത്തെ ഗ്യാപ്പിലാണ് ഈ പറയുന്ന കഴിഞ്ഞ എക്സാം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആപ്ലിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആ സമയം കൊണ്ട് തീരില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോഴേ എന്തെല്ലാം കാര്യങ്ങളാണ്, എങ്ങനെയാണ് പരീക്ഷ എന്നൊക്കെ മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അങ്ങനെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മുടെ CC+ന്റെ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം ബാച്ച് 6ാം ക്ലാസ്സിലോട്ടും 9ാം ക്ലാസ്സിലോട്ടുള്ള ബാച്ചസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സമയം കൂടുതൽ, എത്രമാത്രം കൂടുതൽ സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നു അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് പിന്നെ ലൈവ് ക്ലാസ്സിലോട്ട് വന്ന് വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം ചെയ്ത് സമയമെടുത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ജനുവരിയിലേക്ക് വരുന്ന എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ സൈനിക് സ്കൂൾ എൻട്രൻസ് ബാച്ചിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് 9496949929 എന്ന് പറയുന്ന നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ല ഇനി കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അപ്ഡേഷൻസും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഈ പറയുന്ന സിലബസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ഫ്രം CC+.